സ്മാരക പ്രഭാഷണം എന്ന് പറയുമ്പോൾ കുറ്റിമാഷെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങേണ്ടത് എന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ കുറ്റിമാഷിൻ്റെ വളരെ അടുത്തൊരു അയൽവക്കക്കാരനാണ്, പക്ഷെ പരസ്പരം അറിയില്ലായിരുന്നു. മാഷിൻ്റെ പ്രേംചന്ദിൻ്റെ കൃതികൾ വായിച്ച് ചെറുപ്പം തള്ളിവിട്ട ഒരാളാണ് ഞാൻ. പക്ഷെ പ്രേംചന്ദിൻ്റെ കൃതികൾ തർജ്ജമ ചെയ്തത് അയൽപക്കക്കാരനായ കുറ്റിമാഷായിരുന്നു എന്ന കാര്യം അന്ന് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അന്ന് തർജ്ജമക്കാരനെ കുറിച്ച് നോക്കാറില്ല. ഇടതുപക്ഷ പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിൽ പ്രേംചന്ദിൻ്റെയൊക്കെ കൃതികൾ ആർത്തിയോടുകൂടി വായിക്കുന്ന ചെറുപ്പകാലഘട്ടത്തിലെ അന്തരീക്ഷത്തിൽ നോവലുകളെക്കാൾ കവിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വോൾഗം നൽകി സാങ്കൃത്തേൻ്റെ വോൾഗം നൽകുന്നവരെ എന്ന് തർജ്ജമയാണ് എന്നെ ഏറ്റവും അധികം ആ കാലഘട്ടത്തിൽ ആകർഷിച്ചിരുന്നത്. പക്ഷേ കുറ്റിമാഷാണ് ഈ നമ്മൾ വളരെ തൊട്ടടുത്ത് പുത്തഞ്ചിറയിൽ, ഞാൻ പുത്തഞ്ചിറയ്ക്ക് അപ്പുറത്ത് പുല്ലൂറ്റ് നാരായണമംഗലം വഴിയിൽ ജനിച്ച ആളാണ്. വിഷയത്തിലേക്ക് എന്ന് വരാം. മോഡറേറ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ത്യൻ ജനാധിപത്യം തന്നെ ഒരു വെല്ലുവിളിയെ നേരിടുന്നുവോ എന്ന് വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ടാണ് ഈ 2014 ജനവിധി ആ തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് 3-4 ലേഖനങ്ങളെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. മോദി വളരെ അപകടകാരിയാണ്. മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ മോദിയുടെ രാഷ്ട്രീയം ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ദിനപത്രത്തിലെ തന്നെ എൻ്റെ ആദ്യത്തെ ലേഖനം അതാണ്. അന്ന് എന്നെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു കാര്യം തുറന്ന് ഞാനതിൽ പറഞ്ഞിരുന്നു. ഗുജറാത്ത് കൂട്ടക്കൊലയുടെ സന്ദർഭത്തിൽ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ മുഴുവൻ ഭരണ സംവിധാനത്തെയും ഏറ്റവും ഹീനമായ രീതിയിൽ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കൂട്ടക്കൊലയെ വ്യാപിപ്പിക്കാനും അതിൽ പങ്കെടുത്ത കുറ്റവാളികളെ ശിക്ഷിക്കാതിരിക്കാനും വേണ്ടി ഭരണ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തിയ ഒരാൾ അഖിലേന്ത്യാ തലത്തിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലെത്തിയാൽ എന്തു സംഭവിക്കും എന്ന വിഷയം ഞാനന്ന് തുറന്നുകൊണ്ടേറ്റിരുന്നു. ആ ആശങ്കയിൽ ഞാൻ ഒട്ടും തന്നെ മുക്തനല്ല ഇപ്പോഴും. എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നത് ഇനിയും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്ന് ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ തന്നെ ഇതുവരെയുള്ള രീതികൾ വെച്ച് നോക്കിയാൽ കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലപ്പോഴും ഈ മതമൗലികവാദപരമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മതമൗലിക ഭീഷണി എന്ന രീതിയിലാണ് നമ്മളതിനെ കണ്ടിരുന്നത്. പക്ഷെ മോദി യഥാർത്ഥത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയോ അതിൻ്റെ മൗലികവാദത്തിൻ്റെയോ ഒരു പ്രതീതി അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു മാധ്യമം മാത്രമാണ്, ഒരു ഉപാധി മാത്രമാണ്, അധികാരം കയ്യിൽ ഒതുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്ന് മാത്രം. സംഘപരിവാറിന് അദ്ദേഹത്തെ അധികം നാളൊന്നും നിയന്ത്രിച്ചു നിർത്താൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സംഘപരിവാറിനെ അദ്ദേഹം വിലമതിക്കാൻ പോകുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ രീതികളതാണ്. അവിടെയാണ് ഫാസിസത്തിൻ്റെ അപകടം ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്ന ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത വ്യക്തി കേന്ദ്രീകൃത അധികാരം വളർത്തിയെടുക്കുന്ന തന്ത്രങ്ങൾ മെനയുന്നതിൽ അദ്ദേഹം വളരെ സമർത്ഥനായിരുന്നു എന്നുള്ളതാണ്. ശരിയാണത്. അത് അഖിലേന്ത്യാ തലത്തിൽ പ്രയോഗിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ഭീഷണി അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതേപോലത്തെ വ്യക്തിയധിഷ്ഠിത അധികാര കേന്ദ്രീകരണത്തിൻ്റെ രാഷ്ട്രീയ പ്രതീതി ആയിരുന്നില്ലേ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചത്? അത്തരമൊരു രാഷ്ട്രീയത്തിൻ്റെ ഫലമല്ലേ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. ശരിയാണത്. പക്ഷേ പ്രധാനപ്പെട്ടൊരു വ്യത്യാസമുണ്ട് ഇന്ദിരാഗാന്ധിയുടെയും മോദിയുടെയും രാഷ്ട്രീയ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ രീതികൾ എന്ന് പറയുന്നത് വളരെ ദീർഘകാലമായി മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ എന്തെല്ലാം ദൗർബല്യങ്ങളോടുകൂടിയാണെങ്കിലും ഇന്ത്യയെ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ
നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു നേതാവിന് സംഭവിക്കുന്ന അപഭ്രംശം എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കാണേണ്ടതെന്ന്. തീർച്ചയായിട്ടും അത് ജനാധിപത്യ വിരുദ്ധമായ ഒരു അപഭ്രംശം തന്നെയാണ്, ഒരിക്കലും അനുകൂലിക്കാൻ പാടില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു. പക്ഷെ അത് ഇതുപോലുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിലൊരു നേതാവിനെ പറ്റിയ അപഭ്രംശം എന്ന രീതിയിൽ അതിനെ കാണാവുന്നതാണ്. കാരണം നമുക്ക് പിന്നീടുള്ള അനുഭവം കാണിക്കുന്നത് തന്നെയാണ്. അത് ആ ഒരു 18 മാസം ഈ വലിയ ഒരു നൂറ്റാണ്ട് കാലത്തിലധികമുള്ള ചരിത്രത്തിലെ ഒരു ചെറിയ അപഭ്രംശമായിട്ട് നിൽക്കുന്നു. അത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. അതേസമയം മോദിയുടെ കാര്യത്തിൽ വ്യത്യസ്തമാണ്. മോദിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണ്. ഞാനത് മറ്റേ സംഘപരിവാറിൻ്റെ മൗലികവാദത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയുമ്പോഴും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും മോദി അംഗീകരിക്കുന്ന ആൾ തന്നെയാണ്. അത് ഏതൊരു മതാധിഷ്ഠിത രാഷ്ട്രീയവും ഫാസിസ്റ്റാണ്. അതിൻ്റെ ഫാസിസ്റ്റ് ഉള്ളടക്കമില്ലാത്ത ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയം സാധ്യമല്ല. കാരണം ഏതൊരു മതാധിഷ്ഠിത രാഷ്ട്രീയത്തിനും അവരുടെ മതം മാത്രമാണ് ശരിയെന്നും അതിൻ്റെ തന്നെ മേധാവിത്വം ഉണ്ടാകണം എന്നും വിശ്വസിക്കുന്നതാണ് മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം. അത് ഫാസിസ്റ്റ് സ്വഭാവത്തിലല്ലാതെ തന്നെ നിലനിൽക്കാൻ സാധ്യമല്ല. ജനാധിപത്യവും മതേതരത്വമൊക്കെ തന്നെ അതിന് മുന്നിൽ ഒന്നുമല്ല. അതൊക്കെ വെറും പ്രഹസനങ്ങൾ മാത്രമായി അവർ പരിഗണിക്കുകയും അങ്ങനെ തന്നെ അതിനെ അവയൊക്കെല്ലാം തള്ളിക്കളയുകയും ചെയ്യും. അങ്ങനത്തെ ശക്തമായ ഒരു രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് വാജ്പേയി പോലുള്ള അല്പം ജനാധിപത്യത്തിൻ്റെ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ തനി ഫാസിസ്റ്റ് സ്വഭാവത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ പരിണാമം നമുക്ക് കാണാം. ഇറാനിലൊക്കെ തന്നെ ഖൊമൈനി വിപ്ലവം നടന്ന ഇറാനിൽ ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡന്റ് വലിയൊരു പരിധിവരെ ജനാധിപത്യവൽക്കരണം ആഗ്രഹിക്കുന്ന ആൾ. അതിനു മുമ്പ് തന്നെ ഖട്ടാമി 2 തവണ വന്നപ്പോഴും അത്തരം പ്രക്രിയ ഉണ്ട്. ഇസ്ലാമിക വളരെ മൗലികവാദപരമായ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ജനാധിപത്യവൽക്കരണത്തിനും മതേതരത്തിനും വേണ്ടി വാദിക്കുന്ന ശക്തികൾ ഉയർന്നു വരുന്ന കാലഘട്ടമാണിത്. എല്ലാ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിനും അത്തരത്തിലുള്ള ഒരു പരിണാമ പ്രക്രിയ അത് ചരിത്ര നിയമം എന്ന രീതിയിൽ സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും പൂർണ്ണമായി അതൊരു മതാധിഷ്ഠിത രാഷ്ട്രീയമായിട്ട് അങ്ങനെ വളരെ കാലം തുടർന്ന് നിൽക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളല്ലേ. ഞാൻ അതിനുള്ളിൽ തന്നെ ജനാധിപത്യവൽക്കരണം നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ വാജ്പേയി പോലുള്ള ആളുകൾ ആ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ വളർന്നു വന്ന ജനാധിപത്യവൽക്കരണത്തിൻ്റെ ചെറിയ പ്രതിനിധികളായിരുന്നു എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതിൻ്റേതായ വ്യത്യാസം ഉണ്ടായിരുന്നു ഭരണരീതികളിലെല്ലാം തന്നെ. പക്ഷേ അതേസമയം തന്നെ അതിനുള്ളിൽ മറുവിഭാഗങ്ങളുണ്ട്, മറ്റേ മൗലികവാദപരമായ നിലപാടെടുക്കുന്നവരും. അങ്ങനെയുള്ളവരുടെ പ്രതിനിധിയായി ഉയർന്നു വരികയും അതിൽ തന്നെ നേരത്തെ പറഞ്ഞ വ്യക്തിയധിഷ്ഠിത അധികാര കേന്ദ്രീകരണത്തിൻ്റെ ശൈലി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന രീതിയിലാണ് BJP മോദി ഏറ്റവും അധികം അപകടകാരിയാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയായിട്ട് താരതമ്യം ചെയ്താൽ അത് അവിടെ നിൽക്കുന്നില്ല. വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഈ അപകടത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും ആ ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ മോദിയുടെ സവിശേഷതകൾ ഈ വ്യക്തിയധിഷ്ഠിത രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന അങ്ങേറ്റ ആധുനികമായ രാഷ്ട്രീയ സാധ്യതകൾ, ആശയവിനിമയ സാധ്യതകളെല്ലാം തന്നെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ തയ്യാറുള്ള, അതിനുള്ള ഒരു എന്താ പറയുക, ആ സാധ്യതകളെ മുഴുവൻ തൻ്റെ ചാണക്യതന്ത്ര രീതികൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ്. അവിടെയും നമ്മുടെ മുന്നിലുള്ള അപകടം വർദ്ധിക്കുന്നു. മോദിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തെ മുഴുവൻ നിർണായകമായി സ്വാധീനിച്ച അമിത്ഷാ അതിന് നേതൃത്വം നൽകിയാണ്. UP നടപ്പിലാക്കിയത് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അന്ന് തന്നെയാണ് അമിത്ഷായെ UPയുടെ ഉത്തരവാദിത്വം കൊടുത്ത് മോദി വിടുന്നത്. ആധുനിക മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് വിദഗ്ധനായ അമിത്ഷാ ആ രീതിയിലുള്ള ഒരു സോഷ്യൽ മാനേജ്മെൻറ്റാണ്, ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സോഷ്യൽ മാനേജ്മെൻറ്റാണ് UPയിൽ നടത്തിയത്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള സാമൂഹ്യ എഞ്ചിനീയറിംഗ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയണം, വിദഗ്ധമായി പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് അവിടെ സ്വീകരിച്ചത്. അതാണ് നമ്മൾ ഇന്ത്യയെ പോലൊരു രാജ്യത്തിൽ അങ്ങേറ്റം ഭയപ്പെടേണ്ട ഒരു കാര്യം. കാരണം ആധുനികമായിട്ടേറെ സാധ്യതകളുണ്ട്. നമുക്ക് സാമൂഹിക പ്രക്രിയ എന്നുള്ളത് തന്നെ ഇപ്പോഴും നമുക്കൊന്നും പിടികിട്ടാത്ത ഒന്നാണ് ശരിക്കും. ആളുകളുടെ കൂട്ടായ്മ ഉയർന്നു വരുമ്പോൾ അതിനെ നമ്മൾ സംഘടനകളിലൂടെയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനതീതമായി സാമൂഹിക പ്രക്രിയ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. അത് പല രീതിയിൽ, അത് ജാതിയാകാം, മതമാകാം, രാഷ്ട്രീയമാകാം, കക്ഷി രാഷ്ട്രീയമാകാം,
പല രൂപത്തിൽ സമൂഹത്തിൻ്റെ ഉപസമൂഹങ്ങളെ മുഴുവൻ തന്നെ രൂപപ്പെടുത്തിയെടുത്ത് പരസ്പരം മല്ലടിപ്പിക്കാനും പല രീതിയിൽ ഉപയോഗപ്പെടുത്താനും ഇന്ന് കഴിയുന്ന അവസ്ഥയുണ്ട്. അതിനെല്ലാം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ഇടപെടാനും ഉപയോഗപ്പെടുത്താനും കഴിയും എന്നുള്ളതിൻ്റെ വളരെ വലിയ ഒരു ഭീകര ചിത്രമാണ് ഇന്ത്യയിൽ ഇത്തരം ഒരു രീതി വന്നാൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള പ്രശ്നം. UP-യിൽ അത് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അമിത്ഷായുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പിന്നീടാണ്, തെരഞ്ഞെടുപ്പിന് ശേഷമാണ് റിപ്പോർട്ടുകൾ വന്നത്. അവിടുത്തെ പാർട്ടി സംവിധാനത്തെ ഒന്നും ഉപയോഗിക്കാതെ മറ്റൊരു രീതിയിലാണ് അദ്ദേഹം അത് മുഴുവൻ മാനേജ് ചെയ്തത്. കോളേജുകളിലൊക്കെ പോയി തന്നെ മീറ്റിങ്ങുകൾ നടത്തി കുട്ടികളെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് 800 പേരുടെ ഒരു ക്യാമ്പ് ഒരാഴ്ച നടത്തിയിട്ട് അവരെല്ലാവരും തന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഓരോരുത്തർക്കൊരു വാഹനവും എല്ലാ മോഡേൺ സംവിധാനങ്ങളും ലാപ്ടോപ്പും മറ്റ് സംവിധാനങ്ങളും എല്ലാം കൊടുത്താണ് വിടുന്നത്. അവരിലൂടെയാണ് ഒരു വശത്ത് വർഗീയ കലാപത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ബോധപൂർവമായി ഉപയോഗിക്കുകയും അതിൻ്റെ ആശയങ്ങളെ വളരെ ആധുനികമായ രീതിയിൽ എല്ലാ ഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ കഴിയുന്ന ഒരു രീതിയാണ് അവിടെ പ്രയോഗിക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് ദിവസം ഓരോ ബൂത്തിലേക്കും മുഴുവൻ ഗ്രാമത്തിലുള്ള ആളുകളെ എത്തിക്കാനുള്ള വാഹന സംവിധാനം വളരെ പെർഫെക്റ്റായി ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തതാണ് അമിത്ഷാ. അദ്ദേഹം തന്നെ പ്രതീക്ഷിച്ച 55 സീറ്റിൽ നിന്ന് അപ്പുറത്ത് 72-73 സീറ്റിലേക്ക് എത്തിയത് ആ ഒരു സോഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള പ്രശ്നം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വിശദമായൊരു ലേഖനം എഴുതിയപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വലിയൊരു ശക്തമായ മുന്നേറ്റം നടത്താൻ പോകുന്നില്ല എന്ന് ഞാൻ പറയട്ടെ. ഞാനത് പറയാൻ ശ്രമിച്ചത് 2 പ്രധാന അടിസ്ഥാന സാമൂഹ്യ പ്രക്രിയകൾ വിലയിരുത്തിക്കൊണ്ടാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ UP, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ജാതി രാഷ്ട്രീയം യഥാർത്ഥത്തിൽ BJP-യുടെ ഏറെക്കുറെ ബാബറി മസ്ജിദ് സംഭവവികാസങ്ങളോടനുബന്ധിച്ച് വളരെ ശക്തമായ രീതിയിൽ ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്ന BJP-യുടെ ആ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയത് UP-യിലെയും ബീഹാറിലെയും പിന്നോക്ക ദളിത് ജാതി രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയിലൂടെയാണ്. അത് മാത്രമാണ് അതിന് തടഞ്ഞു നിർത്തിയത്. അത് ശക്തമായൊരു പ്രതിരോധമായിരുന്നു ശരിക്കും. പക്ഷെ അത് ആ 2 സംസ്ഥാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ള മറ്റൊരു പരിമിതിയാണ്. അതിനു മുന്നിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ നിഷ്പ്രഭമായി പോയി. കോൺഗ്രസ്സൊക്കെ അന്തം വിട്ട് നിൽക്കരുത്. എന്താണ് ഇതിന് മതേതര ജനാധിപത്യം എന്ന് ഉരുവിട്ടത് കൊണ്ട് മാത്രം ഇന്ത്യയെ പോലുള്ള സഹസ്രാബ്ദങ്ങളായി ഒരു വർണ്ണജാതി വ്യവസ്ഥയിൽ നിലനിന്ന് പോകുന്നൊരു സാമൂഹ്യ വ്യവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പാശ്ചാത്യ മാതൃകയിലുള്ള മതേതര ജനാധിപത്യ ഉരുവിടലായിരുന്നു നെഹ്റുവിയൻ കോൺഗ്രസ് ചെയ്തു പോകുന്നത്. മഹാത്മാഗാന്ധി ആകട്ടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മതേതര സംസ്കാരം വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ രീതികൾ വളരെ സൂക്ഷ്മമായിരുന്നു. ഈശ്വര അള്ളാ തേരെ നാം പോലുള്ളൊരു പ്രാർത്ഥനാഗാനം ഇന്ത്യൻ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം വമ്പിച്ചതായിരുന്നു. അതിലൂടെ രൂപം കൊണ്ട ഇന്ത്യൻ മതേതരത്വമാണെന്ന് ഇവിടെ നിലനിൽക്കുന്നത്. അത് നെഹ്റുവിയൻ പാശ്ചാത്യ മതേതരത്വമല്ല. പാശ്ചാത്യ മതേതരത്വം എന്ന് പറയുന്നത് ഭരണകൂടം എല്ലാ മതങ്ങളോടും തുല്യ സമീപനം സ്വീകരിക്കണം എന്നത് മാത്രമാണ്. ഭരണകൂടത്തിൻ്റെ ഒരു റോളാണ് മതേതരത്വം. പാശ്ചാത്യ മതേതരത്വം വളർന്നു വന്ന അങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റുകാരും ഏറെക്കുറെ സോഷ്യലിസ്റ്റുകളും ലോഹിയേറ്റുകളും ഒഴിച്ചുള്ള സോഷ്യലിസ്റ്റുകളും നെഹ്റുവേറ്റുകളും ഒക്കെ തന്നെ ആ പാശ്ചാത്യ മതേതരത്വമാണ് സ്വീകരിച്ചത്. അതല്ല യഥാർത്ഥത്തിൽ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വേണ്ടിയിരുന്നത്. ഗാന്ധിജിക്ക് പിരിയിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ല. പക്ഷേ ഗാന്ധി വളരെ നല്ലൊരു തുടക്കം ഉണ്ടായിരുന്നത് പിന്തുടരാനുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഡോക്ടർ അംബേദ്കർ വരുന്നത്. അംബേദ്കറാണ് ശരിക്കും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പിതാവെന്ന് ഞാൻ പറയും. കാരണം ഇന്ത്യൻ ജനാധിപത്യം ഈ പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങളുടെ വിമോചനത്തിലൂടെ അല്ലാതെ സാധ്യമല്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞാൽ അദ്ദേഹമാണ്. ഒരു യാഥാർത്ഥ്യമാണ്. UP-യിലും ബീഹാറിലും സംഭവിച്ചത് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ സ്വന്തം രാഷ്ട്രീയ അധികാരത്തിലെ പങ്കാളിത്തം ജനാധിപത്യ പ്രക്രിയയിലൂടെ കണക്ക് പറഞ്ഞു വാങ്ങുകയാണ് ചെയ്തത്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വലിയൊരു വളർച്ചയാണ്. അത് പാശ്ചാത്യ ജനാധിപത്യത്തിൽ നിന്ന് വളരെ ഭിന്നമായ സവിശേഷമായ ഒരു പുതിയ ജനാധിപത്യത്തിലൂടെയാണ് വന്നത്. അതാണ് യഥാർത്ഥത്തിൽ ബാബറി മസ്ജിദ് സംഭവത്തെ തുടർന്നുണ്ടായ ആ കാലഘട്ടത്തിൽ ശരിക്കും ബാബറി മസ്ജിദ് തകർന്നു കഴിഞ്ഞിട്ട് നടന്ന UP-യിലെ തെരഞ്ഞെടുപ്പിൽ BJP തൂത്തുവാരേണ്ടതായിരുന്നു. പറ്റിയില്ല. കാരണം BSP SP ഒരുമിച്ച് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തു. BJP തോറ്റു, അവർ ഭരിക്കുകയും BSP SP ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ ഭരിക്കുകയുണ്ടായി.